ഇതാണ് ദേവർമഠം, പെരുമാൾപുരത്തിന്റെ അനൗദ്യോഗിക ഭരണകേന്ദ്രം. സിനിമ പിടിക്കുന്ന ആൾക്കാരാ. ഇവിടുത്തെ പാടത്തും പറമ്പിലൊക്കെ ഷൂട്ട് ചെയ്യാൻ അനുവാദം വേണോ? എന്തോ പാട്ടും കൂത്തൊക്കെ വിഷയം. ഓഹോ, ആവക കാര്യങ്ങൾക്കൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ടോ അവിടെ? അതിനൊരു വിദേശത്തേക്കല്ലേ പോവാറ് പതിവ്. അതിനും കൂട്ടിയാ കൂടാത്തൊരു ഊട്ടി കൊടൈക്കനാൽ, അതൊക്കെയല്ലേ എൻ്റെ ഒരു രീതി. വന്നോളൂ. ഇവിടുത്തെ ഔട്ട്ഡോറിന്റെ ഭംഗി പാട്ടിന് ചേരുമെന്ന് തോന്നി. ആയിക്കോട്ടെ, വിരോധമില്ല. വെള്ളോടിക്ക് വരെ എവിടെ നിന്ന് കിട്ടി? ഇനിയിപ്പോ താങ്കളാണോ പാട്ടിന്റെ രചന? ശരിക്കും പരിചയപ്പെട്ടില്ലേ? വെള്ളോടി മാഷി കവിയാണ്. ഇവർക്ക് വേണ്ട തരത്തിലുള്ള പാട്ടുണ്ടാക്കണമെങ്കിൽ സാക്ഷാൽ കാളിദാസം വിചാരിച്ചാൽ നടക്കില്ല. അതൊരു തരം പഞ്ചാര വാക്കുകൾ കൊണ്ടുള്ള മാലകെട്ടല്ലേ. അങ്ങാടിയിൽ ഹോട്ടൽ തിരക്കി കിടക്കുന്ന കണ്ടു. ഇവിടെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉദ്ദേശമെങ്കിൽ കൂടെ പോന്നോളാൻ പറഞ്ഞു. സന്തോഷം. അതൊരു സ്ട്രേഞ്ച് ന്യൂസ് ആയിരുന്നു. ഇവിടെ വന്നുവിടുന്ന എല്ലാവർക്കും ആഹാരം നൽകുന്ന ഒരു വീട്, അത് പ്രാക്ടിക്കലാണോ? അല്ലെങ്കിൽ എന്താ അങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ? മനുഷ്യൻ പരസ്പരം ആഹാരം വാങ്ങുകയും വെക്കുകയും ചെയ്യുക, അത് രണ്ടും നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അവിടെ നഷ്ടപ്പെടുന്നത് നന്മയാ. അവനവന് ആവശ്യമുള്ളത് കഴിച്ചിട്ട് മിച്ചം വരുന്നത് വിശക്കുന്നവന് സ്നേഹപൂർവ്വം നൽകാം. പിന്നെ ഈ നാട്ടിൽ അധികം അതിഥികളൊന്നും വരാറില്ല. ഇവിടത്തെ പാടത്തും പറമ്പിലും അതിനുള്ള വഹയുള്ളിടത്തോളം കാലം ഇത് തുടരും. ഞാനൊന്ന് കുടിച്ചിട്ട് വട്ടെ. വെള്ളോടി കൂട്ടുവരലേക്ക് കൂട്ടിക്കോളും. വരും. എന്താ പുള്ളിക്കാരന്റെ പരിപാടി? ആള് ഭയങ്കര റിച്ച് ആണല്ലേ. റിച്ച്, അതെ. പണം കൊണ്ട് മാത്രമല്ല, ഉള്ളിലെ നന്മ കൊണ്ടും. തൊഴിൽ എന്താണെന്ന് ചോദിച്ചാൽ കൃഷിക്കാരനാ 100%. പിന്നെ ഒരു സ്പിന്നിങ് മില്ല്, ഗാർമെന്റ് എക്സ്പോർട്ടിങ്. നിയമം പഠിച്ച് സന്നദ്ധ എടുത്തിട്ടുണ്ട്, പക്ഷെ കോടതി പോകാറില്ല. വിലാസം എഴുതും വേണമെങ്കിൽ അഡ്വക്കേറ്റ് ദേവർമഠൻ നാരായണൻ എന്നെഴുതാം. വന്നോളൂ. ഇല്ല, പല്ല് വെളുത്തിട്ടില്ല. മഞ്ഞപ്പല്ലുകാരിക്ക് കാപ്പിയും പലഹാരവും തരൂല. ശരിക്കും പല്ലും തേച്ച് കുളിയും കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നിട്ടും വെളുക്കുന്നില്ലെന്ന് വെച്ചാ വെളുത്ത് പെയിന്റ് അടിക്കേണ്ടി വരും പല്ലിന്. ഓ, വലിയ ന്യായമൊന്നും പറയണ്ട. നന്നായി പല്ല് തേച്ച് നല്ല മിടുക്കി കുട്ടിയായിട്ട് വന്നാലേ കാപ്പിയും പലഹാരവും തരുള്ളൂ. കണ്ടു അമ്മി, അപ്പ സമയം നോണ പറയണ്ട്. അമ്മ കണ്ടതല്ലേ ഞാൻ പല്ല് തേക്കുന്നത്. സാക്ഷികളെ ഒന്നും വിസ്തരിക്കാൻ നിൽക്കണ്ട. അമ്മുക്കുട്ടി പോയി പല്ല് തേച്ച് എളുപ്പം വന്നോളൂ. എനിക്കറിയാം, ഉണ്ണിത്തമ്പുരാനെ ഫസ്റ്റ് അടിക്കാൻ വേണ്ടി എന്നെ ഇവിടെ ഓടിക്കുന്നതല്ലേ. എല്ലാരും ഉണ്ണിത്തമ്പുരാന്റെ ആൾക്കാരാ. എവിടെ അമ്പിളി? നേരത്തെ ഹാജരായതാ. പല്ല് വിളക്കിയത് നന്നായില്ലെന്നും പറഞ്ഞു ഞാൻ ഓടിച്ചു. കുട്ടി അപ്പാ സമയം ഒരു കാപ്പി വേണം. മധുരമില്ലാതെ എന്നൂടെ പറഞ്ഞോളൂ. ഏയ്, മൂത്രത്തിൽ പാടില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. കാപ്പിയിലാവാം. അന്നദാനത്തിന്റെ മഹത്വമൊക്കെ ശരി തന്നെ. ബാക്കിയുള്ളവരെ മുഴുവൻ കാഴ്ചക്കാരാക്കി നിർത്തിയിട്ട് പുള്ളിക്കാരൻ മാത്രം കഴിക്കുന്ന അത്ര ശരിയുള്ള കാര്യമല്ല. സാറേ പതുക്കെ. ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത ലൊക്കേഷൻ മൊത്തം പുള്ളിയുടേതാ. 100 ഏക്കർ ഭൂമി കൈവശമുള്ള ആളാ. സ്വാമി, ഓ വിളമ്പിക്കോളൂ. ആയിക്കോട്ടെ. എന്ത് പറ്റി എന്റെ പൊന്നാമ്പലക്ക്? ഞാൻ ആദ്യം പൊന്നാമ്പലയല്ല, എന്റെ പേര് അമ്പിളിന്നാ. അങ്ങനെ എല്ലാവരുടെയും പൊന്നാമ്പല ആവണ്ട, എന്റെ മാത്രം പൊന്നാമ്പല ആയാൽ മതി. പാസാമിയുടെ ഓരോ കുസൃതികളല്ലേ മോളൂ. ഒന്നുമല്ല, എനിക്കറിയാം. ഉണ്ണിത്തമ്പുരാൻ ആദ്യം കഴിച്ചു എന്ന് പറഞ്ഞ് ഫസ്റ്റ് അടിക്കാനുള്ള പണിയല്ലേ ഇതൊക്കെ. ശരി, ഇന്നത്തെ എന്റെ ഫസ്റ്റ് പ്രൈസ് നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് പോയി കാപ്പി. ഞങ്ങളുടെ നാടൻ രീതിയിലുള്ള പാചകമൊക്കെയാണ്, ഒരു ദിവസം സഹിക്കാല്ലേ. ഇഡ്ലിയും ചട്നിയൊക്കെ ഇങ്ങനെ സ്വാദോടെ ഉണ്ടാക്കാന്ന് ഇപ്പോഴാ മനസ്സിലായത്. അതിഥികളെ കാഴ്ചക്കാരാക്കി ഇരുത്തി ഞാൻ ആദ്യം ആഹാരം കഴിച്ചെന്ന് തോന്നരുത്. ഒരുപാട് പേർക്ക് വെച്ച് വിളമ്പാനതല്ലേ. ഉപ്പ് കൂടിയാലും എരിവ് കൂടിയാലും ഇനിയിപ്പോ മറ്റെന്തെങ്കിലും കൈപ്പഴ വന്നാലും അത് ആദ്യം എനിക്കിരിക്കട്ടെ. അതാ ഇവിടത്തെ ഒരു രീതി. സാമ്പാർ ഒരല്പം വേണ്ട സാർ. ഓ, സർവേശ്വര ഭഗവാനെ ക്ഷിപ്രപ്രസാദി ഗുണവൻ ഗണനായക. ഇതിപ്പോ എത്ര നാളത്തേക്കാ? മാലുവിനെ ഒന്ന് കാണാനാ. ഞാനൊരു SOS കോൾ തരുമ്പോ ചെറിയ വന്ന് കൂട്ടിക്കൊണ്ട് പോയാൽ മതി. ശരി.
മോളാ ബാഗ് തന്നെ ഞാൻ പിടിച്ചോളാം. എന്താടി നിനക്ക് തോന്നുമ്പോ കേറി വരാനും പോവാനും ഇതെന്താ സത്രോ? എവിടെ പൊലയിടാൻ പോയിരിക്കായിരുന്നടി അസത്തെ ഇത്രയും ദിവസം? അമ്മയ്ക്ക് ദീനം കൂടി. അവിടെ നോക്കാൻ വേറെ ആരും ഇല്ലല്ലോ തമ്പുരാട്ടി. ഹയ്യ, അമ്മയ്ക്ക് ദീനം അച്ഛന് വാദം. തിന്ന് നെയ് കൂടിയതിന്റെ ആടി നിനക്കൊക്കെ പൊയ്ക്കോ. ശ്രീകരം ഇനി കണ്ടടം നിരങ്ങാൻ പോയാ പിന്നെ ഈ പടി ചവിട്ടി പോരുത്. പോടി. ഈശ്വരാ, ഇതാരാ? സാവിത്രി മോൾ ഇത് എപ്പോ വന്നു? ഞാൻ ആദ്യം കരുതിയത് അമ്മായി എന്നെ വഴക്ക് പറയുന്ന. ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് കുറച്ചു ദിവസമായി. അയ്യോ, അമ്മായിയുടെ കുട്ടിയെ വഴക്ക് പറയാനോ? അല്ല ഗംഗാരമെന്നെ, ഇവളെ ഇങ്ങനെ അച്ഛൻ വീട്ടുകാർ കൊണ്ടുപോയി പാർപ്പിച്ച ഇടയ്ക്കൊക്കെ ഞങ്ങൾക്കൊന്ന് കാണണ്ടേ? ഈ ഷട്ടിൽ സർവീസ് നിർത്തിയിട്ട് ഇവിടെ എവിടെയെങ്കിലും സ്ഥിരമായിട്ടൊന്ന് താമസിപ്പിക്കണം. കുഞ്ഞമ്പേട്ടിനെ കണ്ടോന്ന് പറയാനും കൂടിയാണ് ഞാൻ വന്നത്. എന്താ ഒരു നീറ്റല്ലേ, കുട്ടിക്ക് മരുന്നൊന്നും മാറിയിട്ടില്ലല്ലോ. അച്ഛനെ തലയൊന്നിങ്ങനെ വെച്ചേ. അങ്ങനെ ഇനി കണ്ണ് മുറുക്കെ അടച്ച് 5 മിനിറ്റ് കിടന്നോളൂ കേട്ടോ. തുറക്കുമ്പോഴാ എരിയണ പോലെ തോന്നുക. 5 മിനിറ്റ് ഒന്നും അടച്ചു പിടിക്കാൻ വയ്യ. പറയണത് അനുസരിച്ചാൽ അവനവന് നല്ലത്. എന്താന്ന് ചോദിച്ചാല് ഓരോ സാധനങ്ങൾ അവിടെ എവിടെ ഒളിപ്പിച്ചു വെച്ചാ മനുഷ്യൻ എന്താ ചെയ്യാ? ഫോർ എക്സാമ്പിൾ, ഈ ടംബ്ലർ ഇത് ആരവിടെ കൊണ്ടുവന്ന് വെച്ചേ? ഒരു സാധനം വെക്കേണ്ടടുത്ത് വെക്കില്ല. എന്താ കുട്ടി ഇതൊക്കെ കണ്ണ് കാണുന്നില്ലേ? അച്ഛനിപ്പോ ധൃതരാഷ്ട്രല്ലേ, നമ്മുടെ ധൃതരാഷ്ട്രം. അതുപോലെ ഒരു അന്ധന്റെ മാര് കിടക്കല്ലേ? അന്ധനല്ല, അന്ധൻ. അത് തന്നെ. അപ്പൊ നമ്മുടെ കാന്താരി കണ്ണുമൂടി കെട്ടിയില്ലേ? കാന്താരിയും പച്ചമുളകൊന്നും അല്ല കുട്ടി, ഗാന്ധാരി, ഗാന്ധാരം. കറക്റ്റ്. അപ്പൊ ഇത് അറിയാല്ലേ? ഇനി വേണമെങ്കിൽ കണ്ണു തുറന്നോളൂ കേട്ടോ. കള്ളി, മൂപ്പിൽ കുഞ്ഞമ്പുതാരുടെ പടപ്പെട്ടിന്ന് മോഷ്ടിക്കാൻ നിനക്കേ ധൈര്യം ഉണ്ടാവൂ. 1 1 1.5 1.5 2 2 2.5 എടി പകൽക്കൊള്ളക്കാരി. അയ്യോ വന്നോ? യെസ്. ഇന്ന് എത്രയുണ്ട്? വട്ടച്ചെലവിന് വല്ലവും ചോദിച്ചാ അറുത്ത കൈക്ക് സോൾട്ട് തേക്കാത്ത നായർക്ക് 100 ചോദ്യങ്ങളാ. പിന്നെ ഇതല്ലേ നല്ല വഴി? പറ, എന്താ ലാസ്റ്റ് നടന്ന പെണ്ണ് കാണല്? എന്ത് കൊനഷ്ട പറഞ്ഞു മുടക്കി? നല്ല ചൊങ്കനൊരു IT എഞ്ചിനീയർ ഫ്രം ബാംഗ്ലൂർ. കടുത്ത ഹൃദയവേദനയോടെ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടായില്ലെന്ന്. മിസ്റ്റർ ദേവർമട നാരായണൻ സാർ അറിയുന്നുണ്ടോ നീ നടത്തുന്ന ഈ ഡിഫൻസ്? അയാൾക്കൊരു ചുക്കും അറിയില്ല. അയാളുടെ ഷഷ്ടി പൂർത്തിയും ഞങ്ങളുടെ കല്യാണവും ഒന്നിച്ചായിരിക്കും. ഇടി കറക്റ്റേ. എന്റെ പ്രിയപ്പെട്ട ഏട്ടനെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ കുറച്ച് റൊട്ടിയാക്കി കളഞ്ഞ.